സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരി ഓം. ഹരേ രാമ. അഭിവന്ദ്യ ശ്രോതാക്കൾക്ക് എൻ്റെ സാദര പ്രണാമം. ഉത്തരരാമായണ പഠനം ഇന്ന് 33-ാം ദിനമാണ്. ഏതാണ്ട് അടുത്ത ഒരു പഠനത്തോടു കൂടി നമ്മുടെ ഉത്തരരാമായണ പഠനം സമ്പൂർണമാകാൻ പോവുകയാണ്. ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വന്നതിൽ അത്യന്തം ദുഃഖിതനാണ് രാമദേവൻ. അദ്ദേഹത്തിന്റെ മഹാപ്രസ്ഥാനമാണ് ഇനി നമുക്ക് പാരായണം ചെയ്യുവാനുള്ളത്. ഉത്തരരാമായണത്തിൽ 3-ാം അധ്യായം 1649 വരി മുതൽ നമുക്കിന്ന് പാരായണം ചെയ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും അതിലേക്ക് സ്വാഗതം അരുളുന്നു. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. അക്കഥ കേട്ടു രഘുനാഥനുമമാത്യന്മാരൊക്കവേ വരികന്നു വിളിച്ചു വരുത്തിനാൻ. അക്കഥ കേട്ടു രഘുനാഥനും അമാത്യന്മാരൊക്കവേ വരികന്ന് വിളിച്ചു വരുത്തിനാൻ. അമാത്യന്മാരെയൊക്കെ വിളിച്ചു വരുത്തി രാമദേവൻ ഏത് കഥ കേട്ടിട്ടാണ്? ലക്ഷ്മണന്റെ സ്വർഗാരോഹണ പ്രാപ്തി, ആ കഥ കേട്ടിട്ട് അതറിഞ്ഞിട്ട് ഞാനിനി ഇവിടെ വാഴുന്നുള്ളതില്ല നൂനം ആനന്ദം പൂണ്ടു സുമിത്രാത്മജൻ സ്വർഗം പുക്കാൻ. ആദ്യം ദേവി പോയി കഴിഞ്ഞു, ഇപ്പൊ ഇതാ അനന്തനും പോയി കഴിഞ്ഞു. ഇനി തന്റെ ഊഴമാണ്. ഞാനിനി ഇവിടെ വാഴുകയില്ല, ഈ ഭൂമിയിൽ ഇനിയും വസിക്കുന്ന പ്രശ്നമേ ഇല്ല. സുമിത്രാത്മജൻ എത്ര ഭാഗ്യവാനാണ്. സന്തോഷത്തോടുകൂടി പരമാനന്ദ പദം പൂകിക്കഴിഞ്ഞു. ഇന്ദ്രൻ തന്നെ സ്വയം വിമാനത്തിൽ വന്നിട്ടാണ് ലക്ഷ്മണനെ കൊണ്ടുപോയിരിക്കുന്നത്. വൈകാതെ ഞാനും അവിടെ പൊക്കുവസിക്കുന്നേ, കൈകേയീസുതൻ തന്നെ വാഴുക സുധരാതലം. ഞാനും താമസിയാതെ അങ്ങോട്ട് പോവുകയാണ്. ആ പുണ്യദിനം സമാഗതമായിരിക്കുന്നു. ഇനി ഭാരതൻ രാജ്യം ഭരിക്കട്ടെ. അന്നേരം പൗരന്മാരും അനുജൻ ഭരതനും മന്നവനുടെ കാൽക്കൽ വീണുടൻ വണങ്ങിനാൻ.
വരുമ്പോഴത്തേക്കും അയോധ്യയിലുള്ള പൗരാവലി എല്ലാം അവിടെ എത്തിക്കഴിഞ്ഞു. മന്ത്രിമാരും വന്നു കഴിഞ്ഞു. രാമദേവന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ് എല്ലാവരും. കണ്ണുനീർ വാർത്തു വാർത്തു ചൊല്ലിനാൻ ഭരതനും, എന്നെ നിന്തിരുവടി വെടിയാതിരിക്കണം. അങ്ങ് എന്നെ ഉപേക്ഷിക്കരുത്. ഗദ്ഗദ കണ്ഠനായി കണ്ണുനീരോട് അത്യധികം സങ്കടത്തോടെ പറയുകയാണ്. ജ്യേഷ്ഠ, ഭരതൻ ഇവിടെ രാജ്യം ഭരിക്കാൻ പോകുന്നില്ല. നിന്തിരുവടി നരകം തന്നിൽ വസിക്കിലും, സന്തതം വാനോർപുരി തന്നിലേ വസിക്കിലും. പിരിഞ്ഞു വാണിടുവാൻ വിധിച്ചിടരുതെന്ന്, പിരിഞ്ഞാൽ പൊറുതിയില്ലടിയനൊരിക്കലും. അങ്ങ് എവിടെ പോകുന്നു? നരകമായിക്കോട്ടെ, സ്വർഗമായിക്കോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അവിടെ ഞാനുമുണ്ട്. എനിക്ക് രാജ്യമോ ധനധാന്യാദികളോ ഒന്നും വേണ്ട. നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ ആ ജ്യേഷ്ഠനോടുള്ള ഭക്തി ആദരവ്, ഭയമല്ല ഭക്തി ആദരവ്. അന്ന് വനത്തിൽ പോയി എന്തുമാത്രം രാമദേവനെ നിർബന്ധിച്ചിരുന്നു തിരിച്ചു വരാൻ. അവസാനം പാതുകം മേടിച്ചിട്ട് അത് വെച്ച് രാമദേവനാണ് ഭരണം നടത്തുന്നത് എന്ന ബോധത്തോടു കൂടി അദ്ദേഹം വെറും നാമമാത്രമായിട്ട് ആ അയോധ്യ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിൽ യാതൊരു അതിശയവുമില്ല. ശത്രുഘ്നൻ തന്നോടിവ ചെന്നറിയിക്കയെന്ന് സത്വരം ദൂതന്മാരെ അയച്ചു ഭരതനും. ഭരതൻ ഉടനെ ശത്രുഘ്നനെ വിവരമറിയിക്കാനായി ദൂതന്മാരെ അയച്ചു. മാനവപ്രവരനുണ്ടായ ദുഃഖത്തെ കേട്ടു ഭാനുപുത്രാദി കവിവീരന്മാരൊക്കെ വന്നു. രാക്ഷസ സൈന്യത്തോടും വന്നിതു വിഭീഷണൻ, സാക്ഷാൽ ശ്രീരാമചന്ദ്രപാദങ്ങൾ വണങ്ങിനാൻ. അപ്പോഴേക്കും ഈ വാർത്ത കാട്ടുതീ പോലെ ലോകമെമ്പാടും പരന്നു കഴിഞ്ഞു. കിഷ്കിന്ധയിൽ നിന്ന് ഭാനുപുത്രാദി സുഗ്രീവനും മറ്റും എത്തിക്കഴിഞ്ഞു. ലങ്കയിൽ നിന്ന് വിഭീഷണനും രാക്ഷസ പ്രവരന്മാരും എത്തിക്കഴിഞ്ഞു. എന്നിട്ട് അവരെല്ലാവരും രാമചന്ദ്രനെ വണങ്ങി. അന്നേരം പൗരന്മാരായുള്ളവർ തെരുതെരെ വന്നവനീശൻ തന്നെ വന്ദിച്ചിടിന. എല്ലാവരും രാമദേവനെ തെരുതെരെ വന്ദിക്കുകയാണ്. അന്നേരം വസിഷ്ഠനും നൃപനോടരുൾ ചെയ്തു, ഇന്നിനി ഇവർ ദുഃഖം തീർക്ക നീ കൃപയാലേ. കുലഗുരുവായ വസിഷ്ഠൻ രാമദേവനോട് പറയുകയാണ്, ഈ വന്നു നിൽക്കുന്നവരെല്ലാം അത്യധികം ദുഃഖത്തോടെ ആണ് നിൽക്കുന്നത്. അവരുടെ ദുഃഖം തീർക്കുക, അതായത് അങ്ങേക്ക് പറയാൻ അവരോട്, അല്ലെങ്കിൽ അങ്ങേക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടെങ്കിൽ അത് നിറവേറ്റിയാലും. സന്തുഷ്ടനായ നൃപൻ അവനോടരുൾ ചെയ്താൻ, എന്താഭിമതം നിങ്ങൾക്കെന്നു ചൊല്ലിടുവിൻ. അവരെയെല്ലാം സംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ അത് പറഞ്ഞാലും. നിന്തിരുവടിയോടുകൂടെ പോരുന്നു ഞങ്ങൾ,
ചിന്തിച്ചാൽ പിരിഞ്ഞു വാണിടുവാനില്ല ധൈര്യം. ഇത് കേട്ടിട്ട് അവരെല്ലാരും ഒരേ ശബ്ദത്തോടു കൂടി പറയുകയാണ്, അടിയങ്ങൾക്ക് മറ്റൊരാഗ്രഹമില്ല. നിന്തിരുവഴി എവിടെ പോകുന്നുവോ അവിടെ അടിയങ്ങളെയും കൊണ്ടുപോകണം. ഒരേ ശബ്ദത്തിൽ, ഏക ശബ്ദത്തിൽ ഇപ്രകാരം അവർ പറഞ്ഞു. പുത്രധാരാദികളോടൊന്നിച്ചു പോരുന്നതും ഭക്തവത്സല മുടക്കിയിടൊലാദയാനിധേ. അവർ മാത്രമല്ല, അവരുടെ കുടുംബം അടക്കമാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് രാമദേവന്റെ കൂടെ. അവിടെയാണ് ഒരു ഭരണാധികാരിയോടുള്ള ജനങ്ങളുടെ ജീവന് തുല്യമായ സ്നേഹം. അത്രയ്ക്ക് ജനക്ഷേമപരമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിനാണല്ലോ മാതൃകാ പുരുഷൻ എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇപ്പോഴുള്ള ഭരണാധികാരികൾ എപ്പോഴാണ് മേളോട്ട് പോകുന്നതെന്ന് കാത്തിരിക്കുക ജനങ്ങൾ. ആ വ്യത്യാസം നമ്മൾക്ക് എല്ലാവർക്കും അനുഭവവേദ്യമാണ്. എങ്കിലോ നിങ്ങൾ കൂടെ പോന്നുകൊണ്ടാലും ഒരു സങ്കടമതിൽ മൂലം നിങ്ങൾക്കുണ്ടാകേണ്ട. ശരി, ആഗ്രഹമുള്ളവരൊക്കെ എന്നോട് കൂടി പോരുക, അതുകൊണ്ടാരും സങ്കടപ്പെടണ്ട. ഭൂദേവന്മാരും മുനീന്ദ്രന്മാരുമായി പിന്നെ മോദേന കുശലവന്മാർക്ക് അഭിഷേകം ചെയ്തു. തന്റെ പുത്രന്മാരായ കുശലവന്മാരെ അയോധ്യയുടെ, അതായത് ഉത്തര കോസലത്തിന്റെയും ദക്ഷിണ കോസലത്തിന്റെയും സർവാധികാരികളായിട്ട് നിയോഗിച്ചു. യുവരാജാക്കന്മാരായിരുന്നു നേരത്തെ. ഇപ്പോൾ അവർ രാജാക്കന്മാരായി. നാലംഗപ്പടയോടു ധനരത്നാദികളും ബാലന്മാർക്കനവധി കൊടുത്തു രാമചന്ദ്രൻ. ഗാഠമായി ആശ്ലേഷിച്ചു ചുംബിച്ചു നെറുകയിൽ ഗൂഢമായി സീതാദേവി തന്നെയോർത്തിതു രാമൻ. അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ കൊടുത്തു. മക്കളെ, അച്ഛൻ വിട്ടുപിരിയുകയാണ്. ജനക്ഷേമപരമായ കാര്യങ്ങളാണ് അച്ഛൻ ഇതുവരെ നടത്തിപ്പോകുന്നത്. അതിന് ഒരു കളങ്കമുണ്ടാക്കരുത്. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉപദേശിച്ചു കൊടുത്തു. ധനധാന്യാദികളും ചതുരംഗപ്പടയും ഒക്കെ അവർക്കായിട്ട് കൊടുത്തു കഴിഞ്ഞു. തൻ്റെ പ്രാണപ്രിയയായ ദേവിയെയും ഭഗവാൻ ഓർത്തു. ദേവന്റെ ഇംഗിതമനുസരിച്ച് ശത്രുഘ്നൻ അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ശത്രുഘ്നൻ അതുകാലം ദൂതവാക്യങ്ങൾ കേട്ട് പുത്രന്മാരെയും ഓരോ രാജ്യേ വാഴിച്ചു. ബാഹുവിത്തവും ചതുരംഗസേനയും നൽകി പുനരാത്തലനിയെ വാഴ്വിനെന്നനുഗ്രഹിച്ചിതു. അദ്ദേഹം ആ കർമ്മം മംഗളകരമായി നിർവഹിച്ചു. പിന്നെ വേഗേന ചെന്നു രാഘവൻ തന്നെ തൊഴുതന്നെയും കൂടെ കൊണ്ടുപോകണമെന്നു ചൊന്നാൻ. അതിനുശേഷം രാമദേവന്റെ കാൽക്കൽ വന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകണം. നീ കൂടെ പോന്നാലും എന്നരുളി ചെയ്തു നാഥൻ.
ആകുലമകന്നിതു സുമിത്രാതനയനും. സന്തോഷത്തോടു കൂടി അനുജനോട് പറഞ്ഞു, അതിനെന്താ, നീയും വന്നോളൂ. വാനരവരന്മാരും രാക്ഷസവീരന്മാരും മാനവേന്ദ്രനെ വന്നു വന്ദിച്ചാരതു കാലം. ഉടനെ തന്നെ കിഷ്കിന്ധയിൽ നിന്ന് വന്ന വാനരന്മാരും ലങ്കയിൽ നിന്നെത്തിയ രാക്ഷസവീരന്മാരും ഒക്കെ അദ്ദേഹത്തെ വന്ദിച്ചു. എങ്ങെഴുന്നള്ളത്തവിടേക്കു നിന്തിരുവടി ഞങ്ങളെ കൂടെ കൊണ്ടുപോകണം മടിയാതെ. അങ്ങ് എവിടേക്കാണോ എഴുന്നള്ളുന്നത് അവിടെ ഞങ്ങളും വരുന്നു, ഞങ്ങളെ കൂടി കൊണ്ടുപോകാൻ കൃപയുണ്ടാകണം. അന്നേരം വിഭീഷണൻ തന്നോടു രഘുപതി നന്ദിച്ചു വിളിച്ചരുൾ ചെയ്തിതു മധുരമായി. അപ്പോൾ വിഭീഷണനോട് രാമദേവൻ സന്തോഷത്തോടുകൂടി ഇപ്രകാരം അവനെ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ആദിത്യ ചന്ദ്രന്മാരും ആകാശഭൂമികളും യാതൊരു കാലമുള്ളൂ കേവലമത്ര നാളം ലങ്കയിൽ നിശാചര രാജാവായി വാഴ്ക ഭവാൻ. സങ്കടം വിശ്വത്തിനുമുണ്ടാകയില്ല എന്നാൽ. ആ ചന്ദ്രതാരം ലങ്കാപതിയായി വാഴുവാനുള്ള അനുഗ്രഹം മുമ്പ് തന്നെ അങ്ങേക്ക് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള അങ്ങേക്ക് എന്റെ കൂടെ വരാൻ സാധ്യമല്ല. തികഞ്ഞ ആ വിഷ്ണു ഭക്തനായ ഭാഗവതോത്തമനായ വിഭീഷണൻ ലങ്കാരാജ്യം ഭരിച്ച് വാഴുക എന്നാണ് ദേവൻ പറഞ്ഞത്. സങ്കടം വിശ്വത്തിനും ഉണ്ടാകയില്ലെന്നാൽ അതുകൊണ്ട് യാതൊരു സങ്കടവും ലോകത്തിനുണ്ടാവില്ല. പിന്നെ മാരുതി തന്നോട് അരുളി ചെയ്തു നാഥൻ, മുന്നമേ എന്നോട് അപേക്ഷിച്ചതില്ലയോ ഭവാൻ. പിന്നെ ചിരഞ്ജീവിയായ ഹനുമാനെ വിളിച്ചിട്ട് ദേവൻ പറയുകയാണ്, അങ്ങല്ലേ പണ്ട് എന്നോട് അപേക്ഷിച്ചത്. എന്താണ് അപേക്ഷിച്ചത്? എത്ര നാളേക്കു രാമചരിതമുള്ളൂ ഭൂവി, അത്ര നാളേക്കും ജീവിക്കണം ഞാൻ എന്നിങ്ങനെ. നീ എന്നോടർത്ഥിച്ചതിനന്തരം വന്നിടാതെ വാഴുക, പിന്നെ ബ്രഹ്മപദവും പ്രാപിച്ചാലും. അങ്ങ് തന്നെ എന്നോട് അപേക്ഷിച്ചിരുന്നു, രാമചരിതം എത്ര നാൾ വരെയുണ്ടോ അത്ര നാള് വരെ എനിക്ക് ജീവിച്ചിരിക്കണം. രാമചരിതം കേട്ട് എന്റെ മനസ്സ് തൃപ്തിപ്പെട്ടിട്ടില്ല. അതിനുള്ള അനുഗ്രഹവും ഞാൻ തന്നിരുന്നുവല്ലോ. ഇപ്പൊ പിന്നെ ഈ ഒരു ചോദ്യം അസ്ഥാനത്താണ്. അതുകൊണ്ട് ആ രാമചരിതം ഉള്ള നാൾ വരെ അങ്ങ് ജീവിച്ചിരിക്കണം. അതിനുശേഷം അങ്ങേക്ക് ബ്രഹ്മപദം പോകാം. അപ്പൊ അദ്ദേഹത്തിന് ഇതുവരെ ബ്രഹ്മപദം പോകാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഈ സമയത്തും എവിടെ രാമനാമം ഉണ്ടോ അവിടെ അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി കാതോർത്തുണ്ടാവും എന്നാണ് വിശ്വാസം. ഹരേ രാമ. ധന്യാത്മാവായ വിഭീഷണനും ഹനുമാനും ഇന്നു ഞാൻ ചൊന്നവണ്ണം വാഴുവിനെല്ലാ നാളും. അങ്ങനെ രാമനാമം ഭൂതലത്തിൽ നിന്നും വിസ്മൃതമാകുന്നതുവരെ ഹനുമാനും ആചന്ദ്രതാരം
സൂര്യനും ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ള അന്ന് വരെ വിഭീഷണൻ ലങ്ക രാജാവായിട്ടും ഉണ്ടായിരിക്കും. എന്നോടുകൂടെ പോന്നുകൊള്ളുക മറ്റെല്ലാരും എന്നതു കേട്ടു സുഖമായി ഇതെല്ലാവർക്കും. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും എൻ്റെ കൂടെ പോരട്ടെ. എല്ലാവർക്കും വളരെ സന്തോഷമായി. യുദ്ധമോരോന്നേ പറഞ്ഞിരുന്നു പുലർന്നിതു, നിത്യാചാരവും ചെയ്തു രാമചന്ദ്രനുമപ്പോൾ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് രാത്രി കഴിഞ്ഞു. നേരം വെളുത്ത് സന്ധ്യാവന്ദനവും മറ്റു കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തു. ഗുരുവാം വസിഷ്ഠനോട് അഗ്നി കൈക്കൊള്ളുകയെന്ന് പുരുഷോത്തമൻ താനും പറഞ്ഞു യഥാവിധി. ആ മഹാപ്രസ്ഥാനത്തിനുള്ള ഒരുക്കങ്ങളായി തുടങ്ങി. കുലഗുരുവായ വസിഷ്ഠനെ വന്ദിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അഗ്നി കൈക്കൊള്ളുവാനായിട്ട് ചില പുരോഹിതന്മാരെ നിയോഗിച്ചു. കർമ്മങ്ങൾ ചെയ്തു മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ ധർമ്മേണ വന്ദിയുമായി നടന്നു മുമ്പിൽ ചില. യഥാവിധി ആ മഹാപ്രസ്ഥാനം, സ്വർഗാരോഹണത്തിനുള്ള ആ പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞു. മുമ്പിൽ വന്യം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ നടന്നു. വേദങ്ങളോട് മഹാമന്ത്രങ്ങൾ ശക്തികളും സോദരാമാത്യ പുരാങ്കനമാർ പൗരന്മാരും വേദമന്ത്രങ്ങളും ഉച്ചരിച്ചുകൊണ്ട് മഹാബ്രാഹ്മണന്മാരും പിന്നെ സോദരാമാത്യ പുരാങ്കനമാർ പൗരന്മാരും സോദരന്മാരും മന്ത്രിപ്രവരന്മാരും പുരസ്ത്രീകളും അയോധ്യയിലെ പൗരന്മാരും മാനുഷ നിശാചര വാനരവരന്മാരും ആദരിച്ച അയോധ്യയിൽ വാഴുന്ന ജനങ്ങളും അമാത്യന്മാരും സേനാപതിമാരും ഉദ്യോഗസ്ഥന്മാരും പിന്നെ അവരുടെ ബന്ധുമിത്രാദികളും അയോധ്യയിലെ രാമഭക്തന്മാരായ ആബാലവൃദ്ധൻ ജനങ്ങളും പക്ഷികൾ പശുക്കളും മൃഗജാതികൾ മറ്റും രക്ഷിതാവായ രഘുനാഥനോടൊക്കെ പോയാർ. തങ്ങളുടെ രക്ഷിതാവായ ആ രാമദേവനെ അനുധാവനം ചെയ്തു. പക്ഷികളും മൃഗങ്ങളും ഇങ്ങനെ ആരൊക്കെ ഉണ്ടോ അവിടെ അവരെ എല്ലാവരും ആ മഹാപ്രസ്ഥാനത്തെ അനുഗമിച്ചു കൊണ്ടു പോവുകയാണ്. ഭാഗ്യമെത്രയും നമുക്കില്ലിതിന്മീതെയൊരു സൗഖ്യമെന്നോർത്തു സകല പ്രാണികളുമെല്ലാം രാമഭദ്രസ്വാമി തന്നോടു കൂടൊക്കത്തക്ക ശ്രീമയമായ സരയൂ തീരം ബുക്കാറല്ലോ. അവര് ചിന്തിക്കുകയാണ്, അഹോ ഞങ്ങളുടെ ഭാഗ്യം, ഇതിന്മീതെ ഒരു സൗഖ്യം വരാനില്ല. ദേവനോടൊപ്പം ആ സ്വർഗം പോകാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. ആ പോകും വഴി അവരെ എല്ലാവരും ഒരേ സ്വരത്തോടു കൂടി ആ രാമമന്ത്രം ഉച്ചരിക്കുകയാണ്. രാമം രാമം ശ്രീരാമം ദണ്ഡം ദണ്ഡം കോദണ്ഡം സീതാറാം സീതാറാം രാമം രാമം സീതാറാം. ഒടുവിൽ എല്ലാവരും ആ പുണ്യനദിയായ സരയൂ നദീതീരത്തെത്തി.
അവിടെ ആയിരുന്നുവല്ലോ ലക്ഷ്മണൻ സമാധി അടഞ്ഞത്. ഇനി പാരായണം ചെയ്യുവാനുള്ളത് ബ്രഹ്മാവിന്റെ സ്തുതിയാണ്. അത് നമുക്ക് അടുത്ത ദിനം പാരായണം ചെയ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊള്ളുന്നു. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം വിമുക്തനായീനഹം ത്രാണനിപുണത്രിദശകുലപതേ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരി ഓം. ജയ ഗുരു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.